ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡി കുക്സ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പിസ്സ ഉണ്ടാക്കിയാലോ. വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് അധികം പഴയതാവരുത്, അപ്പോൾ പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ആവശ്യം 1 ടീസ്പൂൺ മൈദയാണ്. അതും കൂടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടേ പാടുള്ളൂ, അധികം വെള്ളം ചൂടാവാൻ പാടില്ല, അപ്പോൾ ഈസ്റ്റ് പൊങ്ങില്ല. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ഫെർമെൻ്റ് ആവാൻ തുടങ്ങും. പേസ്റ്റ് നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. നമുക്ക് ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി അയഞ്ഞ മാവാണ് ആവശ്യമുള്ളത്. നമ്മുടെ ഡോ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഒലിവ് ഓയിലോ എന്തെങ്കിലും പരട്ടിയിട്ട് പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാനാണ് ഓയിൽ പറ്റുന്നത്. നമുക്കിനി ഇത് മാവ് ഡബിൾ സൈസ് പൊങ്ങി വരുന്ന വരെ ഒരടപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു ക്ലീൻ ഫിലിം വെച്ചോ അടച്ച് മാറ്റി 1 മണിക്കൂർ നേരത്തേക്ക് വയ്ക്കാം ഫെർമെൻ്റ് ആവാനായിട്ട്. ഈ സമയം കൊണ്ട് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം. ഈ പിസ്സ സോസിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിസ്സ സോസിന് ക്യാപ്സിക്കം ഇട്ട നല്ലൊരു ഫ്ലേവറാണ്. ഇതിനി മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ്, ഇതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കുക്കായി ഈ തക്കാളിയുടെ റോ ടേസ്റ്റ് എല്ലാം മാറി നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സോസ് നന്നായിട്ട് റെഡ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ എയറെല്ലാം ഒന്നും കൂടി കളഞ്ഞ് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ പിസ്സ പാനിൻ്റെ വലുപ്പം അനുസരിച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. പാനിൻ്റെ സൈസിൽ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ സൈഡ് ഭാഗം ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഫോർക്ക് വെച്ച് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ബന്ന് പോലെ ഇതിങ്ങനെ പൊങ്ങി വരും. അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മളിതിങ്ങനെ ഫോർക്ക് വെച്ച് പ്രിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് ചിക്കനും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നത്. റിങ്സ് പോലെ വേണമെങ്കിലും ഇടാം. ഞാനിത് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ മഷ്റൂമോ സ്വീറ്റ് കോണോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചീസെല്ലാം മാവിൻ്റെ ഉള്ളിലോട്ട് പോകും. ഇത് കുക്കായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെയുള്ള കഴിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചുകൂടി മൊസറല്ല ചീസും ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാ ടോപ്പിങ്സും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലെ ബാക്കിയിരിക്കുന്ന പിസ്സ സോസിൻ്റെ കുറച്ച് ഭാഗം കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് ക്രിസ്പി ആയി കിട്ടാൻ നല്ലതാണ്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 200 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ബേക്കായി കിട്ടും. ഓവനില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ. നമ്മുടെ പിസ്സ ദേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ തന്നെ, എന്ത് രസമാണ്, നല്ല ടേസ്റ്റാണിത്. ഇതധികം ചൂടാറുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്യണം. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.